നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇനി ഞാൻ കാരണം നീലമ തമ്പുരാട്ടിയുടെ കുളി തെറ്റണ്ട. അവന്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. അത് അവൻ പറഞ്ഞ ഇന്ദ്രനോട് പറയാൻ നന്നേ ബുദ്ധിമുട്ടി. എന്താടി? അവന്റെ ശബ്ദത്തിൽ ഉയർന്നു. ഒന്നുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലാതിരിക്കണമെങ്കിലേ അവൻ നാൽപ്പാട് ജതിനല്ലാതിരിക്കണം. ഇന്ദ്രൻ തനിക്കുമ്പിൽ നിന്ന് പരിങ്ങി കളിക്കുന്നവളോടായി പറഞ്ഞു. എന്നെ കുറെ നേരം നോക്കിയിരുന്നു. പിന്നെ എന്നെ തടഞ്ഞു നിർത്തി മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. ഞാൻ എനിക്ക് പോണെന്ന് കട്ടായം പറഞ്ഞപ്പോൾ എന്നെ വിട്ടയച്ചു. ആളവനോട് വിശദീകരിച്ചു. നിന്നവൻ തൊട്ടോ? അത് കേട്ടതും ആളവനെ കണ്ണുമിഴിച്ച് നോക്കി. ചോദിച്ചു കേട്ടില്ലേ നീ? നിന്നെ ആ നാറി തൊട്ടോന്ന് അവൻ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ആൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. തൊടരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാ കൈ ഉയർത്തി അവന്റെ കർണം പോച്ചേക്കണം. ഇല്ലെങ്കിൽ നിന്റെ കർണം ഞാനായിരിക്കും പോക്കുന്നത്. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വാതിൽ നിന്ന് പുറത്തേക്ക് പോയി. ആളാവൻ പോയ വഴിയെ ചുണ്ടുകുറിപ്പിച്ച് വെച്ച് പരിഭവത്തോടെ നോക്കി നിന്നു. ആരെന്ത് ചെയ്താലും തല്ലു വഴക്കെനിക്ക്. ഇതെന്താ ദേവി ഇങ്ങനെ? ആൾ മേശമേലിരിക്കുന്ന ബാലദുർഗയുടെ ഫോട്ടോയിലേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു. അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞു. ശിവശങ്കരൻ തമ്പിയുടെ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് അനന്തം പറഞ്ഞു. വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. നിന്നോട് എനിക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട്. ആ വാതിലങ്ങ് അടച്ചേക്കുക. അയാൾ തന്റെ ചാരുകസേരയിലേക്ക് നീണ്ടു നിവർന്നു കിടന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് അനന്തനോടായി പറഞ്ഞു. അയാൾ വാതിലടച്ച് കുറ്റിയിട്ടതിന് ശേഷം ശിവശങ്കരനിലേക്ക് വന്നു നിന്നു. എന്താ അച്ഛ കാര്യം? അനന്തൻ സ്വതവേയുള്ള വിക്കലോടെ ചോദിച്ചു. നീ എന്തിനാ അങ്ങോട്ട് വീണ്ടും പോയത്? എങ്ങോട്ട്? അയാൾ നെറ്റി വിളിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ തിരക്കി. ചന്ദനക്കാവിലേക്ക്. ശിവശങ്കരനായി ചോദിച്ചു. അയാളൊന്ന് വിനിരിറക്കി. ഞാൻ പോയില്ല അച്ഛാ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? അയാൾ പതിവിൽ കൂടുതൽ വിക്കി. തന്റെ ഉള്ളിലുണ്ടായ പതകൾ മറക്കാൻ പാടുവിട്ടുകൊണ്ട് പറഞ്ഞ മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. നെഞ്ചിലേക്ക് വന്നു വധിച്ച ശിവശങ്കരൻ തമ്പിയുടെ ചവിട്ടുകൊണ്ട് അയാൾ താഴെ തറയിലേക്ക് മലർന്നു വീണുപോയി. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോളാം നായേ! അയാൾ താഴെ മലർന്നു വീണെടുക്കുന്നവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഊന്നുവടി കുത്തി എഴുന്നേറ്റ് നിന്നു. ആനന്ദൻ താഴെ കിടന്നുകൊണ്ട് അയാളെ കണ്ണുമിഴിച്ച് നോക്കി. പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്കുള്ള നിന്റെ രാത്രി സഞ്ചാരം നിർത്തിയേക്കാൻ. അയാൾ പറഞ്ഞുകൊണ്ട് താഴെക്കിടന്ന് തന്നെ നോക്കുന്നതിന് മുന്നിലേക്ക് ഊന്നുവടി കുത്തിപ്പിടിച്ച് വന്നു നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചത്തുമലച്ചവൾക്ക് കൂട്ടിരിക്കാൻ പോകുന്ന നിന്റെ ഏർപ്പാട് അത് നിന്റെ എന്റെ നാശത്തിലായിരിക്കും കലാശിക്കുക. അല്ലെങ്കിലും അവളെ കൊല്ലാൻ കൂട്ടുന്നപ്പോ തോന്നാത്ത എന്ത് ദിവ്യപ്രയമാടാ അവള് ചത്ത് തലക്ക് മുകളിൽ വന്ന് നിൽക്കുമ്പോ നിനക്ക് തോന്നുന്നത്? അയാൾ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി താഴെ കിടക്കുന്നവനോട് ചോദിച്ചു. ആനന്ദനുള്ളിൽ ഉറഞ്ഞുകൂടിയ ദേഷ്യവും സങ്കടവും അടക്കാൻ പാടുവിട്ടുകൊണ്ട് അയാളെ മുഖമുയർത്തി നോക്കാതെ ആ കാൽ കീഴിലായിരുന്നു. അവന്റെ ഒരു തേരി! ഇതിനു മാത്രം കിടന്ന് അലയാൻ അവള് നിനക്ക് എന്താടാ തന്ന്? അയാൾ ദേഷ്യത്തോടെ പല്ലേരിച്ചുകൊണ്ട് തന്റെ കാൽ കീഴിൽ തലയുയർത്തായിരിക്കുന്നവന്റെ നെഞ്ചിൽ ഊന്നുവടി കൊണ്ട് അയാൾക്ക് നോവിധമൊന്ന് കുത്തി. ആനന്ദനൊന്ന് പുറകിലേക്ക് ആഞ്ഞുപോയെങ്കിലും വീഴാതെ നേരെയിരുന്നു. അവളും ചത്ത്. നീ വേറെ കെട്ടി അതിലൊരുത്തനെ ഉണ്ടാക്കുകയും ചെയ്തു. അവനെ കെട്ടിക്കാനായി. എന്നിട്ട് അവൻ ഇപ്പോഴും ആ ഒരുത്തിയ മതി. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കണം പറഞ്ഞുകൊണ്ട് അയാൾ ഊന്നുപടി കൊണ്ട് അനന്തന്റെ കവിളിൽ അമർത്തി കുത്തി. അയാൾ കവിളിൽ കൈ ചേർത്തുകൊണ്ട് ശിവശങ്കരനെ ചുവന്ന് കലങ്ങിയ കണ്ണുകളാലെ നോക്കി. ഇനി ഒരിക്കൽ കൂടി നിന്നെ ആ പരിസരത്തെങ്ങാൻ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു മോൻ വേണ്ട നോക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കൊന്ന് തള്ളുന്നു. അയാൾ തന്നെ നോക്കി കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറച്ചിരിക്കുന്നവനോടായി പറഞ്ഞു. ചന്ദനക്കാവിലെയും ഇരണ്ടത്തറയിലെയും കൊടിയേറ്റെടുക്കാറായി. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കണം. ഇതോടുകൂടി കാര്യങ്ങളൊക്കെ മംഗളാവുന്ന നാഗക്കാട്ട് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലല്ലോ ഈ പ്രാവശ്യം. ഇരട്ടി മധുരമല്ലേ? അയാൾ വക്രിച്ചൊരു ചിരിയോടെ ഏതോ ഓർമ്മയിൽ പറഞ്ഞു. ഒരു കാരണവശാലും ഇന്ദ്രൻ കാര്യങ്ങളൊന്നും അറിയാതെ നോക്കണം. അവനറിഞ്ഞാ അറിയാലോ, ഞാൻ മുത്തശ്ശനാണെന്നോ നീ ചെറിയച്ഛനാണെന്നോ അവൻ ഓർക്കില്ല. ആദ്യത്തെ വെട്ട് നെഞ്ചിൽ വെട്ടിയതിന് ശേഷമേ അവൻ ചോദ്യം ചെയ്യൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അവനെ മാത്രമല്ല, ആ ചന്ദ്രമംഗലത്തെ സന്തതിയെയും. ഇവിടെയുള്ളവൻ ലക്ഷ്മണനാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവൻ അത് മേഘനാഥനാ. അവനെ ജനിപ്പിച്ച അച്ഛനേക്കാൾ ശ്രേഷ്ഠനായ മകൻ. ചന്ദ്രമംഗലത്തെ ഇതുവരെയുള്ള സന്തത പരമ്പരകളിൽ ഏറ്റവും മികച്ചത്. ഇതുവരെ നമ്മൾ ചെയ്തു കൂട്ടിയതെങ്ങാൻ അവൻ അറിഞ്ഞ ഈ തറവാട് മൊത്തം കത്തിച്ച് ചാരമാക്കിയിട്ട് അവൻ മടങ്ങൂ. അയാളുടെ കണ്ണുകളിൽ ആ ദൃശ്യം പകർന്ന ഭീതി പ്രകടമായി തന്നെ കാണാനിടയായി. ആനന്ദനെ കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്.
അയാളുടെ ചുണ്ടുകൾ തന്റെ പിതാവിന്റെ ചെയ്തികളോർക്കെ ഒന്ന് പുച്ഛത്തോടെ കൂടി. ഇന്ദ്രനെ പൂർണ്ണമായിട്ട് അവന്റെ ശത്രുവാക്കി മാറ്റാൻ മാത്രം നാളിതുവരെയായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവനെ വെച്ച് പലതും ഞാൻ നേടിയനെ. പക്ഷേ എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് അവന്റെ ആ മേഘനാഥന്റെ മറ്റൊരു പകർപ്പായി ഇന്ദ്രൻ മാറി. പരസ്പരമുള്ള ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിച്ച അവര് തമ്മിൽ പരസ്പരം ശത്രുതയേതുമില്ല. പക്ഷേ ഇനി അങ്ങനെ ആയാ പറ്റില്ല. അവര് പരസ്പരം പോരുകോഴികളെ പോലെ പോരടിക്കുന്ന എനിക്ക് കൺകുളിർക്ക് കാണണം. അയാൾ ആ രംഗം മനസ്സിൽ നിറച്ചുകൊണ്ട് കുടിലതയോടെ ചിരിച്ചു. ഇന്ദ്രന് മുന്നിൽ ഞാൻ അവന്റെ പ്രിയപ്പെട്ട മുത്തശ്ശനാ. ഈ വീട്ടിൽ അവനാകെ ബഹുമാനിക്കുന്നത് അത് എന്നെ മാത്ര. ഞാൻ പറയുന്നത് അത് എന്തായാലും മറുത്തൊരു വാക്ക് എതിർ പറയാതെ അവൻ അത് അനുസരിക്കും. അത് പറയുമ്പോൾ അയാൾ ഒരു തരം ഗർവ് നിറഞ്ഞു. അതച്ഛന്റെ വെറും തോന്നലാ. അവന് ഇഷ്ടമല്ലാത്ത കണ്ട വായടച്ച് മിണ്ടാതിരിക്കാൻ ഞാനോ ഏട്ടനോ അല്ല, ഇന്ദ്രനാ. ഒരിക്കൽ നിങ്ങളുടെ വാക്ക് കേട്ട് അവൻ ഗായത്രിയെ കല്യാണം കഴിച്ചു എന്ന് വെച്ച അവനെ എപ്പോഴും എന്നെ പോലെ നിങ്ങളുടെ കയ്യിലെ പാവയാണെന്ന് കരുതല്ലേ അച്ഛാ? അവൻ നിങ്ങൾ വലിക്കുന്നതനുസരിച്ച് ചലിക്കുന്ന പരിപാടി നിർത്തി. അതിന് ഏറ്റവും വലിയ തെളിവാ നീലിയും ആ കുഞ്ഞും. അയാൾ ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ പുച്ഛത്തോടെ ശിവശങ്കരനെ നോക്കി പറഞ്ഞു. അതിനയാൾ ആനന്ദനെ എരിച്ചു കളയും പോലെ നോക്കി. ഞാൻ നോക്കണ്ട, സംശയമുണ്ടച്ചാ അവരൊന്നും ഉപേക്ഷിക്കാന്ന് പറഞ്ഞു നോക്ക് അവനോട്. അപ്പറിയാം അവന്റെ പാവമാറ്റം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രമംഗലത്തെ മേഘനാഥന്റെ മറ്റൊരു പകർപ്പൈന്ദ്രൻ. അവരെ ഒന്നിച്ചാ പിന്നെ നാൽപ്പാട്ട് തറവാട്ടിൽ നിങ്ങളും ഞാനും ഉൾപ്പെടെ ഒന്നും അവശേഷിക്കില്ല. എരിച്ചു കളയാവും ജീവനോടെ. ആനന്ദൻ അയാൾക്ക് തൊട്ടുമുമ്പിൽ വന്നിന്ന് ഉറപ്പോടെ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. എന്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞാൽ കേൾക്കുക തന്നെ ചെയ്യും. അവന്റെ അച്ഛനേക്കാളേറെ അവൻ സ്നേഹിച്ചത് എന്നെയാ. ആ എന്റെ വാക്ക് അവൻ ഒരിക്കലും തള്ളിക്കളയില്ല. അയാൾ അനന്തൻ പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളാൻ മടിച്ചുകൊണ്ട് പുലമ്പി. എങ്കിൽ പറഞ്ഞു നോക്ക് അവനോട് അവരെ ഉപേക്ഷിക്കാൻ. അപ്പ അറിയാം നാൽപ്പാട്ടൻ ലക്ഷ്മണ ജിതേന്ദ്ര ആരാണെന്ന്. അയാൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അടച്ചിട്ട വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ശിവശങ്കരൻ തമ്പി അപ്പോഴും അനന്തൻ പറഞ്ഞിട്ട് പോയ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇല്ല, ഇത്ര നാളും കാര്യങ്ങളൊന്നും അവൻ അറിയിക്കാതെ ഇത്ര വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും അതുപോലെ തന്നെ നടക്കും. കാര്യങ്ങളൊന്നും അറിയാത്തിടം വരെ ഇന്ദ്രൻ ഞാൻ പറയുന്ന എന്തോ അക്ഷരം പ്രതി കേൾക്കുകയും ചെയ്യും. അയാൾ ഉറപ്പോടെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. തടിമില്ലിൽ നേരെ കലാക്ഷേത്രയിലേക്ക് പോവുകയായിരുന്നു മേഘൻ. രാവിലത്തെ പോലെ വൈകിട്ട് ലേശം വൈകിയാണ് ആളെത്തിയത്. വണ്ടിയിൽ നിന്ന് ധൃതിയിലിറങ്ങിയവൻ മുണ്ട് മടക്കി കുത്തി കലാക്ഷേത്ര ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു. സമയം 5:30 അടുത്തിട്ടുണ്ട്. നേരത്തെ വരേണ്ടതായിരുന്നു. ആൻ പിരിവരുത്തുകൊണ്ട് അല്പം വേഗം മുന്നിലേക്ക് നടന്നു കാണുന്നു പടിയിറങ്ങി വരുന്ന കുട്ടികളെയാണ്. ഇതെന്താ സമയം 5:30 ആയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എല്ലാവരും കൂടി ഇതെങ്ങോട്ടാ? അവൻ സ്വയം ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് വേഗം നടന്നു നീങ്ങി. എങ്ങോട്ടാ പിള്ളേരെ നിങ്ങളെല്ലാം കൂടി? എവിടെ നിങ്ങൾ ടീച്ചറമ്മ? അവൻ അവരെ നോക്കി ചോദിച്ചു. ഇന്ന് ആദ്യത്തെ ദിവസമായൊരു ടീച്ചർ വേഗം വിട്ടു. അതിലൊരു കുഞ്ഞിക്കുട്ടി അവനോട് പറഞ്ഞു. അത് ശരി, അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ എല്ലാം അവസാനിപ്പിച്ചോടാനുള്ള പുറപ്പാടിലാണ് ടീച്ചറമ്മ. ശരിയാക്കി തരാം. അവനുള്ളിൽ പറഞ്ഞുകൊണ്ട് മീശയൊന്ന് പിരിച്ചു വെച്ച് വേഗം കലാക്ഷേത്രക്കകത്തേക്ക് കയറി. അവൾ താക്കോലും കയ്യിൽ പിടിച്ചു തിരിഞ്ഞും കാണുന്നു വാതിൽക്കൽ ചാരിയെന്ന് തന്നെ നോക്കുന്ന മേഘനയാണ്. അത് പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ അവൾ നന്നായി തന്നെ ഞെട്ടിയിരുന്നു. ഭൂവി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിയാ നിങ്ങള്? അവൾ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്നവനെ കാണെ അവനോടായി ചോദിച്ചു. എങ്ങോട്ടാ? ഞാൻ വരുന്നതിന് മുന്നേ ബാഗും തൂക്കി ഓടുന്നു. അവൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ വൈകി വന്ന എന്റെ കുറ്റല്ല. അവൾ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. നീ ബൊമ്മി, എങ്ങോട്ടാണ് നീ തുള്ളി ചാടി പോകുന്നത്? താൻ എന്നൊരാൾ അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന വകവെക്കാതെ ബാഗും എടുത്ത് വാതിൽ പൂട്ടാൻ ഒരുങ്ങുന്നവളെ കാണെ മേഘന അവൾക്ക് മുമ്പിലേക്ക് വന്ന് നിന്നുകൊണ്ട് തിരക്കി. ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്? അവൾ ആന മുമ്പിൽ കൈ കെട്ടിന്നുകൊണ്ട് തിരക്കി. എനിക്ക് കാണണം. എന്ത്? അവൾ പതറലോടെ ചോദിച്ചു. കുന്തം. എടി പുല്ലേ, എന്ത് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്ന്? അവൻ അവളെ നോക്കി പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. അതെനിക്കെങ്ങനെ അറിയാനാ? എന്റെ കഴിവുകളേക്കാൾ നിങ്ങളുടെ കണ്ണുകൾ കാണുന്ന വേറെ പലതുമല്ലേ? അവൾ അവനോട് പറഞ്ഞുകൊണ്ട് വാതിലടച്ച് താഴിട്ട് പൂട്ടി. നീ ടീച്ചറമ്മേ, പറഞ്ഞു നീ ഇത് എങ്ങോട്ടാ കയറിപ്പോന്ന്? 100 പ്രാവശ്യം പറഞ്ഞു ഞാൻ അവിടേക്കൊന്നല്ല നോക്കിയതെന്ന്. അവൻ അവളെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു.
ആ ഇനിയിപ്പോ സത്യതാണെങ്കിൽ കൂടി എനിക്കത് വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അമ്മാതിരി നോട്ടല്ലേ ഞാനിവിടെ കാൽകുത്തിയിടം മുതൽ നിങ്ങൾ എന്നെ നോക്കുന്നത്. ആളവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖഭാവം കണ്ട് പൊട്ടിവന്ന ചിരി ഒതുക്കിക്കൊണ്ട് പടികൾ ഓരോന്നായി ഇറങ്ങി. അയ്യേ, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയോ? ഏയ്. അവൻ സ്വയം ചോദിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരവും സ്വയം കണ്ടെത്തി നേരെ നോക്കിയതും കാണുന്നതും നടന്നകലുന്നവളെയാണ്. ഡീ ബൊമ്മി! അവൻ വിളിച്ചുകൊണ്ട് അവൾക്ക് പുറകെ പോയി. ആ വിളി കേട്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ അല്പം വേഗത്തിൽ നടന്നു നീങ്ങി. ഡീ! അവൻ അവൾക്ക് തൊട്ടരികിൽ വന്ന് ചെറുതായി കിതച്ചുകൊണ്ട് വിളിച്ചു. അതെ, ചന്ദ്രമംഗലത്തെ കുഞ്ഞിത്തമ്പുര ഈ ഉള്ളവൾക്ക് പുറകെ ഓടുന്ന ആരെങ്കിലും കണ്ടാലേ പിന്നെ അത് മതി ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞ് രസിക്കാൻ. ആളവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കാലുകൾ വലിച്ചു വെച്ച് ധൃതിയിൽ നടന്നു. അതിന് എനിക്കതൊരു പ്രശ്നം അല്ലെങ്കിലോടി ടീച്ചറമ്മേ. അവൻ അവൾക്കരികിലേക്ക് അല്പം കൂടി ചേർന്ന് നടന്നുകൊണ്ട് പറഞ്ഞു. എന്നാലേ എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഇങ്ങോട്ട് വന്നതേ പേരുദോഷം കേട്ട് മടങ്ങാനല്ല. എനിക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെ മൈദമാവ് പോലെ ഒട്ടി ഒട്ടി വന്ന് ദയവീത് അത് കൊളാക്കി കയ്യിൽ തരരുത്. അവൾ അവനിൽ നിന്ന് മാറിയണമെന്നുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു. ഭവതിയുടെ ആഗമനോദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉള്ളവൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും. അവൻ അവളെ ഇടം കണ്ടിട്ട് നോക്കി നാടകീയമായി പറയുന്നതിനൊപ്പം വീണ്ടും അവൾക്കരികെ പറ്റി നടന്നു. അയ്യോ വേണ്ടായേ, സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാ മതി. ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ട കൊണ്ട് മടങ്ങിക്കോളാമേ. അവളവനോട് കൈകൂപ്പി പറഞ്ഞു. അതെന്താടി ബൊമ്മി അങ്ങനെ ഒരു വർത്താനം? ഇളവത്തൂർ കോവിലത്തെ ഭൂവിക തമ്പുരാട്ടിക്ക് വേണ്ട എന്ത് സാധന ഇവിടെ ഈ നാരായണമംഗലത്തുള്ളത്? അവൻ അവൾ തലയിരിച്ചു നോക്കി ചോദിച്ചുകൊണ്ട് അവൾക്കൊപ്പം നടന്നുകൊണ്ടിരുന്നു. ആദ്യപ്പോ തൽക്കാലം ചന്ദ്രമംഗലത്തെ കുഞ്ഞു തമ്പുരാൻ അറിയണ്ട. അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇടവഴിയിലേക്ക് കയറി. ഡേ ബൊമ്മി, നീ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചാലേ നിനക്കൊപ്പം നിൽക്കാൻ ഈ ഞാനേ കാണൂ. അതുകൊണ്ട് മര്യാദക്ക് കാര്യം എന്ന് വെച്ചാൽ നീ പറഞ്ഞു. അവൻ അവിടെ നിന്നുകൊണ്ട് ധൃതിയിൽ നടന്നകലുന്നവളോടായി വിളിച്ചു പറഞ്ഞു. തൽക്കാലം എന്റെ കുഞ്ഞിത്തമ്പുരാന്റെ സഹായം എനിക്ക് വേണ്ട. അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു. കുഞ്ഞിത്തമ്പുരാൻ അവിടെ നായര്. അവന്റെ ചുണ്ടുകൾ അവിടെ ആ വിളി ഇഷ്ടപ്പെടാതെ പോലെ മുറുമുറുത്തു. സമയം 8:30 മണിയോട് അടുത്തപ്പോഴാണ് ഇന്ദ്രൻ തിരികെ നാൽപ്പാട്ടെത്തുന്നത്. ടൗൺ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ പോയതാണ് അവൻ. എല്ലാവരും അത്താഴം കഴിക്കുന്ന തിരക്കിലാണ്. നീലിയെ മാത്രം ആ കൂട്ടത്തിൽ കാണുന്നില്ല. അവന്റെ കണ്ണുകൾ അവിടെ മുറി തേടിപ്പോയി. മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. നീ എന്താ ഇന്ദ്ര അവിടെ തന്നെ നിൽക്കുന്നത്? ഇരിക്കുന്നില്ലേ? സൗദാമിനി അവനെ നോക്കി ഭക്ഷണം കഴിക്കുന്നതിൽ തിരക്കി. ഞാൻ പിന്നെ കഴിച്ചോളാം, ഒന്ന് കുളിക്കണം. അവൻ അവരോട് പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചുകൊണ്ട് ഗോവണി ലക്ഷ്യം വെച്ച് നീങ്ങി. ഇന്ദ്ര! ഗോവണിയിലേക്ക് ആരെടുത്ത് വെച്ചതും ശിവശങ്കരന്റെ വിളി അവനെ തേടിയെത്തി. അവനെ ആളെ പിന്തിരിഞ്ഞു നോക്കി. അത്താഴം കഴിഞ്ഞ് എന്റെ മുറിയിലേക്കൊന്ന് വരണം, എനിക്ക് ചിലത് പറയാനുണ്ട്. ശിവശങ്കര അവനെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. അവൻ അതിനൊന്ന് തലയാട്ടിയ ശേഷം മുകളിലേക്ക് പടികൾ കയറി. അതൊന്നും നോക്കിക്കൊണ്ട് അയാൾ തന്റെ ഭക്ഷണം കഴിപ്പ് തുടർന്നു. എന്നാൽ അതെന്തിനുള്ള വിളിയാണെന്ന് മനസ്സിലായ ആനന്ദിന്റെ മുഖത്ത് തന്റെ അച്ഛനോടുള്ള പുച്ഛം നിറഞ്ഞു നിന്നു. മുറിയിലേക്ക് പോയവൻ ഒരു തോർത്തും മുണ്ടും വേണ്ട സാധനങ്ങൾ എടുത്ത് കുളത്തിൽ പോയി ഒരു മുങ്ങിക്കുളിയും പാസാക്കി വന്നു. സമയം 9 കഴിഞ്ഞിരുന്നു. അവൻ മുറിയിൽ പോയി മുടിയെല്ലാം ചീകി ഒതുക്കി ഭക്ഷണം കഴിക്കാനായി താഴേക്ക് പടികളിറങ്ങി. എല്ലാവരും അവരവരുടെ അറയിൽ കയറി വാതിലടച്ചിട്ടുണ്ട്. അവൻ തീൻമേശയിലേക്ക് നോക്കിയതും അവിടെ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലേക്കൊന്ന് നോക്കിയ ശേഷം അവൻ നേരെ നീലയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. മുറിക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവൻ അടഞ്ഞിടക്കുന്ന വാതിലിൽ കൊട്ടി തുടങ്ങി. 2 വട്ടം കൊട്ടിയിട്ടും തുറക്കാതെയായതും അവൻ വീണ്ടും കൊട്ടി. 3ാമത്തെ കൊട്ടിൽ അവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ ഉറക്കപ്പിച്ചിൽ നെറ്റി വിളിച്ച് നോക്കി. എന്താ? അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി ചോദിച്ചു. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എടുത്ത് വെക്ക്. അതും പറഞ്ഞ് അവളുടെ ഉത്തരത്തിന് പോലും കാത്തു നിൽക്കാതെ അവൻ തിരികെ നടന്നു. അവൾ ഉടുത്തിരുന്ന നേരിയതിന്റെ തലഭാഗം ഇടുപ്പിൽ തിരികിക്കൊണ്ട് അവന് പുറകെ ചെന്നു. എന്നാൽ ഊണുമുറിയിലെത്തിയതും കണ്ട കാഴ്ചയിൽ അവിടെ കണ്ണും ചുണ്ടും ഒരുപോലെ കൂർത്തു വന്നിരുന്നു. ഊണുമേശയ്ക്ക് മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കണ്ടതും അവൾ കണ്ണു കുറിപ്പിച്ചൊരു കൂസലമില്ലാതെ കസേര വലിച്ചിട്ടിരിക്കുന്നവനെ നോക്കി. നീ എന്താടി അവിടെ തന്നെ നോക്കി നിൽക്കുന്നത്? വന്ന് വിളമ്പിതാടി. ഇന്ദ്രൻ വാതിൽക്കൽ തന്നെ നിൽക്കുന്നവളോടായി കൂസലില്ലാതെ പറഞ്ഞു. അവൾ ഭക്ഷണം കഴിക്കാനുള്ള പാത്രം എടുത്തു വെക്കുന്നവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവനടുത്തേക്ക് നടന്നു. അവന് വേണ്ട ചോറും കറികളും വിളമ്പിക്കൊടുത്തു. നീ കഴിച്ചോ? അവൻ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ച ചോറിന്റെ ആദ്യത്തെ പിടി വായിലേക്ക് വെക്കുന്നതിന് മുന്നേ അവളെ നോക്കാതെ ചോദിച്ചു. കഴിച്ചു. അവൾ അവന് കുടിക്കാനുള്ള വെള്ളം ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് പകരുന്നതിനിടയിൽ അതിനുള്ള ഉത്തരം നൽകി. ഇരിക്ക്. അവൻ കഴിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു. ഞാൻ കഴിച്ചതാ. അവൾ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു. ഇരിക്കണേ. അവന്റെ ശബ്ദാൽപ്പം കനത്തതും അവൾ വേഗം കസേര വലിച്ചിട്ട് അവനടുത്തേക്ക് ഇരുന്നു. ഇനി ഞാൻ വാരി തന്നാലും നീ കഴിക്കുന്നുണ്ടോ? അവൻ എന്നിട്ടും ഭക്ഷണം വിളമ്പി കഴിക്കാതിരിക്കുന്നവളെ നോക്കി ചോദിച്ചു. എന്നാൽ അതിൽ അവൾ അവനെ ധൈര്യമായി നോക്കിയതല്ലാതെ ഭക്ഷണം വിളമ്പി കഴിക്കാൻ മുതിർന്നില്ല. അത് കാണാൻ അവൻ അവളെ പള്ളിയടിച്ച് നോക്കിക്കൊണ്ട് ചോറിന്റെ പാത്രം തുറന്ന് നോക്കിയതും അത് കാലിയായിരുന്നു. ആ കാഴ്ചയിൽ അവൻ എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നിപ്പോയി. ഉറങ്ങിക്കിടക്കുന്നവളെ വിളിച്ചുണർത്തി ചോറിലെന്ന് പറയുന്ന പോലെ ആയില്ലേ ഇത്? അവൻ തനിക്കരികിൽ തലവനിച്ചിരിക്കുന്നവളെ നോക്കി. എന്താണ് ഈ ഓപ്പി നീ നേരത്തെ തിന്നാതിരുന്നത്? ഉള്ളിലെ സങ്കടവും അമർഷയെല്ലാം ദേഷ്യത്തിന്റെ രൂപത്തിലാണ് പുറത്തേക്ക് വന്നത്.
ഇവിടെ എല്ലാവരും കഴിക്കാതെ ഞാനിങ്ങനെ കഴിക്കുക? ആൾ പെട്ടെന്ന് വരുന്ന അവന്റെ ശബ്ദത്തിലൊന്ന് ഞെട്ടിയെങ്കിലും വേഗം തന്നെ അതിനുള്ള ഉത്തരം നൽകി. പിന്നെ നീ ഇവിടെയുള്ളവരുടെ വാങ്ങണ്ടല്ലേ തിന്നുന്നത്. അവര് തിന്നാലും തിന്നില്ലെങ്കിലും നിനക്കെന്താടി? 1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ളവരുടെ കാര്യം നീ നോക്കാൻ നിൽക്കണ്ടാന്ന്. നീ ഇവിടെ കഴിയുന്ന എന്റെ ചെലവിലാ. അപ്പൊ നീ ഞാൻ തിന്നോ കുടിച്ചോന്ന് മാത്രം നോക്കിയാൽ മതി. എടോടി. അവൻ അവളോട് പല്ലിയടിച്ചുകൊണ്ട് മുരണ്ടു. അവൾ അതിന് വേഗം തലയാട്ടി. അവളുടെ ഒടുക്കത്ത് ഒരു നിരാഹാരം കിടക്കില്ല. അവൻ ദേഷ്യം മാറാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ അവന് മിഴികൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കി. ഊമനെ പോലെ നോക്കുന്നുണ്ടില്ലേ? ഇനി മേലാൽ ഇത് ആവർത്തിച്ചോണ്ടല്ലോ കൈമടക്കി ഒന്ന് തരും ഞാൻ. അവൻ മുട്ടുകൈ മടക്കി അവൾക്ക് നേരെ നോയിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ടത് അവളൊന്ന് പുറകിലേക്ക് വലിഞ്ഞു. അവൻ അവൾ നോക്കി ഒന്ന് കണ്ണിരുട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്താ വേണ്ടത്? ഞാൻ എടുത്തുതരാം. അവൾ അവനോട് പറഞ്ഞു. അവനത് കേൾക്കാതെ പോലെ അടുക്കളയിലേക്ക് പോയി. ഇതിപ്പോ എന്തിനുള്ള പോക്കാന്റെ ദേവി? അവൻ പോയ ദിശയിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് വന്നവന്റെ കയ്യിൽ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അവൻ ആ പാത്രം അവൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ കഴിക്കാത്ത ഭാഗത്തെ ചോറ് അവൾക്ക് വിളമ്പി നൽകി. എനിക്ക് വേണ്ട. അവൾ അത് കണ്ട് വേഗം പറഞ്ഞു. എന്താ ഞാൻ കഴിച്ചു വെച്ചായതുകൊണ്ടാണോ ഈ തിരസ്കരണം? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല. അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. എന്നാ പിന്നെ മിഴിച്ചിരിക്കാതെ എടുത്ത് കഴിക്കടി. അവൻ കടുപ്പിച്ച് പറഞ്ഞു. അവൾ വേഗത വാരി കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിൽ പിന്നെ വേറെ സംസാരമൊന്നും പരസ്പരം ഉണ്ടായില്ല. കഴിച്ചു കഴിഞ്ഞ് ആദ്യം എഴുന്നേറ്റത് ഇന്ദ്രനാണ്. അവൻ കൈ കഴുകി വന്നതും അവൾ പാത്രങ്ങൾ ഓരോന്ന് എടുത്ത് എഴുന്നേറ്റിരുന്നു. അവൻ അവൾ അതെല്ലാം അടുക്കളയിലേക്ക് വെക്കാൻ സഹായിച്ചു. അതെല്ലാം ഒരുവിധം ഒതുക്കിയ ശേഷം അവൾ കൈയും മുഖവും എല്ലാം കഴുകി കയ്യിലൊരു കൂജ നിറയെ വെള്ളവുമായി ഹാളിലേക്ക് നടന്നു. ഹാളിൽ സോഫയിൽ അവളെ നോക്കിയിരുന്നവന് നേർക്ക് അവൾ ആ കൂജ നീട്ടിയതും അവനത് വേഗം കയ്യിലേക്ക് വാങ്ങി. ഇനി നീ പോയി കിടന്നു. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അതുമായി മുകളിലേക്ക് പടികൾ കയറി. അവൾ തിരികെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി കിടക്കാൻ ഒരുങ്ങിയ ഇന്ദ്രന് അപ്പോഴാണ് മുത്തശ്ശൻ വിളിച്ച കാര്യം ഓർമ്മയിൽ വന്നത്. അവൻ വേഗം അടച്ച വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ശിവശങ്കരന്റെ മുറിക്കുമ്പിൽ വന്ന് നിന്ന് കഥകൾ കൊട്ടി വിളിച്ചു. അകത്തേക്ക് ഒരു അനുവാദം കിട്ടിയതും അവൻ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ആള്. അവൻ അദ്ദേഹത്തിന്റെ പുറകിലായി വന്ന് നിന്നു. മുത്തശ്ശൻ എന്താ കാണുന്നു പറഞ്ഞ് അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ശിവശങ്കരനോട് കാര്യം തിരക്കി. നിന്നെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല, ആ പെണ്ണിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. അയാൾ അവനെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഏതു പെണ്ണിന്റെ കാര്യം മുത്തശ്ശൻ പറയുന്നു? അവൻ കാര്യം മനസ്സിലായെങ്കിലും ഒന്നും മനസ്സിലാവാത്ത പോലെ വാക്കുകളിൽ കൂർമ്മ തെളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നീ ആ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ല ഒരുപാട്. അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അയാൾ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ തന്നെ ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പോയാൽ നാളെ നിനക്ക് നല്ലൊരു ആലോചന വരുമോ? അയാൾ അവനെ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? ഇന്ദ്ര ഉറച്ച സ്വരത്തിൽ തന്നെ തിരിഞ്ഞു നോക്കാതെ കാര്യങ്ങൾ പറയുന്ന ആളെ നോക്കി ചോദിച്ചു. കേശവൻ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തിരി അകലേന്നാ. ചെറുക്കനൊരു ഹോട്ടൽ മുതലാളിയാ. അത്യാവശ്യം നല്ല ഭേദപ്പെട്ട കുടുംബക്കാരാ. അവര് നാളെ അവളെ കാണാം. ആരോട് ചോദിച്ചിട്ട്? ഇന്ദ്രന്റെ ശബ്ദം നന്നേ മുറുകി. ശിവശങ്കരൻ അവന്റെ പെട്ടെന്നുള്ള ഭാഗത്തിലാകെ വല്ലാതായി. എന്നാൽ അയാൾ അവന് നേർക്ക് തിരിഞ്ഞില്ല. ചോദിച്ചു കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാണ് അവിടെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തെന്ന്? അവന്റെ ശബ്ദം നന്നേ ഉയർന്നു. ഇന്ദ്ര! അയാൾ അവനെ ശാസനയോടെ വിളിച്ചുകൊണ്ട് അവന് നേർക്ക് തിരിഞ്ഞു. അലറണ്ട, അവളെ ഇവിടെ കൊണ്ടുവന്ന ഞാനാ. എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഒന്ന് തീരുമാനിക്കാൻ മുത്തച്ഛനാരാ അധികാരം തന്ന്? അവന്റെ ചോദ്യം അയാളുടെ നെഞ്ചിൽ തന്നെ തറച്ചു കയറി. അയാൾ പകപ്പോടെ തന്റെ കൊച്ചുമകനെ നോക്കി. ഞാൻ മുത്തശ്ശനോടാ ചോദിച്ചത്. അങ്ങനെയൊന്നും ഞാനറിയാതെ തീരുമാനിക്കാൻ മുത്തശ്ശനാരാണ് അധികാരം തന്നെന്ന്? അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ എരിയുന്ന അഗ്നി അയാൾക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ഇല്ലിക്കലെ നീലിമ നാൽപ്പാട്ട ഇന്ദ്രൻ ആരാണെന്ന്. അത് ഒരേ സമയം അയാളിൽ ഭയവും ദേഷ്യവും ഉണർത്തി. എന്നാലും അത് അയാൾ പുറമേ പ്രകടിപ്പിച്ചില്ല. അവള് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തില് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. അയാൾ അവനെ നോക്കി അടുപ്പിച്ചു പറഞ്ഞു. എന്താവകാശം? അങ്ങനെ എന്താവകാശ നാൽപ്പാട്ടക്കാരനവർക്ക് അവളോടുള്ളത്? അത് എന്ത് തന്നെയാണെങ്കിലും ആ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവൾക്ക് സംബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഇന്ദ്രൻ തന്നെ പകപ്പോടെ നോക്കിയിരിക്കുന്ന ശിവശങ്കരൻ നമ്പിയോട് അറുത്തു മുറിച്ച് പറഞ്ഞു. ഒന്ന് വന്ന് കണ്ടുപോകുന്നതിൽ എന്താ ഇത്ര തെറ്റ്? അയാൾ അവനോട് വീണ്ടും ചോദിച്ചു. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുത്തന്റെ മുമ്പിൽ അവളെ കോലം കെട്ടിച്ചേർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവന്റെ വാക്കുകൾക്ക് അടുപ്പമേറി. എന്തുകൊണ്ട് അവളുടെ കാര്യത്തിൽ നിനക്ക് ഇത്ര പിടിവാശി? അയാൾ നീരസത്തോടെ ചോദിച്ചു. വാക്ക് കൊടുത്തു പോയി ഞാൻ. കൊടുത്ത വാക്ക് അതാരുടെ തലർത്തിട്ടാലും ഞാൻ പാലിച്ചിരിക്കും. അവനയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. വാക്ക് കൊടുക്കേ? ആർക്ക്? അയാൾ കാര്യം മനസ്സിലാവനെ നെറ്റി വിളിച്ച് നോക്കി. എനിക്ക് ഈ ലക്ഷ്മണ ജിതേന്ദ്രൻ എന്ന ഞാൻ എനിക്ക് തന്നെ നൽകിയ വാക്കാ. അവളെ ഒന്നിന്റെ പേരിലും കൈവിടില്ലാന്ന്. അവനയാൾക്ക് മുമ്പിലേക്ക് കുറച്ചുകൂടി കയറി നിന്നു.
തന്നെ തുറിച്ചു നോക്കുന്ന അയാളുടെ കണ്ണുകളിലേക്ക് നോട്ടം ചെയ്തുകൊണ്ട് ദൃഢമായി പറഞ്ഞു, ഇന്ദ്ര. അതെ, ഇന്ദ്രൻ തന്നെയാ. ഞാനിവിടെ ഉള്ളിടത്തോളം അവളിവിടെ എന്റെ കൂടെ ഈ തറവാട്ടിൽ തന്നെ കാണും. ഉറപ്പാണോ? അയാൾ അവനെ നോക്കി ചോദിച്ചു. അതെ, അവൻ ഉറപ്പോടെ മറുപടി പറഞ്ഞു. എന്നാ കൊടുത്ത വാക്ക് പാലിച്ചു തന്നെയാണ് നാൽപ്പാട്ട ശിവശങ്കരൻ തമ്പിക്കും ശീലം. അവളെ കാണാൻ നാളെ ഒരു കൂട്ടര് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നാളെ വരികയും ചെയ്യും, അവളെ കാണുകയും ചെയ്യും. എന്നാൽ അവർക്ക് മുമ്പിൽ നാണം കിട്ടു നിൽക്കാനായിരിക്കും മുത്തശ്ശന്റെ യോഗം. എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇവിടെ നടന്നാ നാളെ രാവിലെ തന്നെ അവളെയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് എന്നേക്കുമായി പണിയിറങ്ങും. ഇന്ദ്രനായി പറയുന്നേ. അവനയാളെ നോക്കി ധാർഷ്ട്യത്തോടെ പറഞ്ഞുകൊണ്ട് ഇനിയൊന്നും കേൾക്കാനും പറയാനില്ലാത്ത പോലെ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശിവശങ്കരൻ തമ്പി അപ്പോഴും അവന്റെ ആ ഭാവമാറ്റം വിശ്വസിക്കാനാവാതെ അവിടെ തറഞ്ഞു നിൽപ്പാണ്. തന്നെ അനുസരിച്ച് വളർന്ന തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളിൽ നിന്ന് കേട്ട വാക്കുകൾ അയാളുടെ നെഞ്ചിൽ ആഴത്തിൽ തന്നെ തറഞ്ഞു കയറി. എല്ലാം ഉപേക്ഷിച്ചു പോകുമെന്ന്, അതും അവൾക്ക് വേണ്ടി. അതിനു മാത്രം അവൾ അവന്റെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചോ? ആ ചോദ്യം അയാളിൽ ഒരേ സമയം ദേഷ്യവും ദുഃഖവും പടർത്തി. ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം അയാളുടെ കഷണ്ടിത്തലയെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അയാളുടെ മുറിയിൽ ദേഷ്യത്തിലിറങ്ങിയവൻ സ്വന്തം മുറിയിൽ ചെന്ന് വണ്ടിയുടെ താക്കോലുമായി താഴേക്ക് ഇറങ്ങി. ഇതേ സമയം അവൻ പോകുന്ന തന്റെ മുറിയിൽ നിന്ന് കണ്ടവന്റെ കണ്ണുകളും ചുണ്ടുകളും ആഗ്രഹിച്ചെന്തോ നടന്ന സന്തോഷത്തിൽ ഒന്ന് വിടർന്നു. പിന്നെ ആ ചുണ്ടിൽ പതിയെ ഒരു ഗൂഢ പുഞ്ചിരി വിരിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.